ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. പല മാതാപിതാക്കളും സ്ഥിരമായി പരാതി പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ കുട്ടിക്ക് പഠിച്ചതൊന്നും ഓർമ്മയിരിക്കുന്നില്ല, പരീക്ഷയ്ക്ക് പോകുമ്പോൾ എല്ലാം മറന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതെ എപ്പോഴും മൊബൈലിൽ തന്നെയാണ്. കുട്ടികളുടെ തലച്ചോറിൻ്റെ 90% വളർച്ചയും നടക്കുന്നത് അവരുടെ ആദ്യത്തെ കുറച്ച് വർഷങ്ങളിലാണ്. ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണവും അവർക്ക് നൽകുന്ന ശീലങ്ങളുമാണ് അവരുടെ ഭാവി നിശ്ചയിക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിലൂടെ കുട്ടികളുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഇരട്ടിയാക്കാൻ സഹായിക്കുന്ന ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട 8 പ്രധാന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ചില ഭക്ഷണങ്ങൾ കുട്ടികളെ ശീലിപ്പിക്കേണ്ട ചില കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ ഭക്ഷണത്തെക്കുറിച്ചാണ്. തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ. ഒമേഗ 3 അടങ്ങിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. കുട്ടിക്ക് എന്തെല്ലാം കൊടുക്കാം? അതായത് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നെയ്മീൻ, മത്തി, ചാള തുടങ്ങിയ ചെറിയ മീനുകൾ കുട്ടികൾക്ക് നൽകാം. ഇനി മീൻ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ദിവസവും 2 വാൾനട്ട് അല്ലെങ്കിൽ അല്പം ഫ്ലാക്സീഡ് നൽകുന്നത് വളരെ നല്ലതാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് തലച്ചോറിലെ കോശങ്ങളുടെ വളർച്ച വേഗത്തിലാക്കുകയും കുട്ടികളുടെ ഗ്രഹണശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി മുട്ടയും പച്ചക്കറികളുമാണ്. എല്ലാ ദിവസവും കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് മുട്ട. മുട്ടയുടെ പ്രാധാന്യം. മുട്ടയുടെ മഞ്ഞക്കരുവിൽ കോളിൻ എന്നൊരു ഘടകമുണ്ട്. ഇത് ഓർമ്മശക്തി കൂട്ടാൻ ഏറ്റവും മികച്ചതാണ്. ദിവസവും പുഴുങ്ങിയ ഒരു മുട്ട കുട്ടികൾക്ക് നൽകാൻ ശ്രദ്ധിക്കുക. അടുത്തതായി ഇലക്കറികളാണ്. ചീര, മുരിങ്ങയില തുടങ്ങിയ പച്ചക്കറികൾ കുട്ടികൾക്ക് ശീലമാക്കുക. ഇതിലടങ്ങിയിരിക്കുന്ന ഫോളേറ്റ്, വിറ്റമിനുകൾ എന്നിവ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മക്കുറവ് പോലും തടയാൻ ശേഷിയുള്ളതാണ്. കുട്ടികൾക്ക് തോരനായി കഴിക്കാൻ മടിയാണെങ്കിൽ സൂപ്പിലോ ദോശമാവിലോ അരച്ച് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ബദാമും ഉണക്കമുന്തിരിയുമാണ്. കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിലോ ബ്രേക്ക്ഫാസ്റ്റൊപ്പമോ നൽകാവുന്ന ഒന്നാണ് നട്ട്സ്. ബദാം തയ്യാറാക്കേണ്ട രീതി പറഞ്ഞു തരാം. രാത്രിയിൽ 4 ബദാം വെള്ളത്തിൽ കുതിർത്തു വയ്ക്കുക. ഇത് രാവിലെ തൊലി കളഞ്ഞ് കുട്ടികൾക്ക് നൽകുക. ബദാമിലെ വിറ്റമിൻ ഇ ഓർമ്മശക്തി കൂട്ടും. ഉണക്കമുന്തിരിയാണ് അടുത്തതായി പറയുന്നത്. ദിവസവും അല്പം ഉണക്കമുന്തിരി നൽകുന്നത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കൂട്ടാൻ സഹായിക്കും. സ്ക്രീൻ ടൈം കുറയ്ക്കുക. അതായത് 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഭക്ഷണത്തെക്കുറിച്ചല്ല, കുട്ടികളുടെ ഒരു ശീലത്തെക്കുറിച്ചാണ്. മൊബൈൽ, TV ഉപയോഗം. ഒരുപാട് സമയം മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന കുട്ടികളിൽ അറ്റൻഷൻ ഡെഫിസിറ്റ്, ശ്രദ്ധക്കുറവ് വളരെ കൂടുതലായി കാണാറുണ്ട്. ദൃശ്യങ്ങൾ വേഗത്തിൽ മാറി മറിയുമ്പോൾ തലച്ചോറിന് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. പരിഹാരം പറഞ്ഞു തരാം. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഒട്ടും നൽകരുത്. മുതിർന്ന കുട്ടികൾക്ക് ദിവസവും പരമാവധി 1 മണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ ടൈം അനുവദിക്കരുത്. മൊബൈലിന് പകരം സ്റ്റോറി ബുക്കുകൾ വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. അടുത്തതായി ബ്രെയിൻ ഗെയിമുകളാണ്. കുട്ടികളുടെ ബുദ്ധിശക്തിക്ക് മൂർച്ച കൂട്ടാൻ ചില കളികൾ പരിശീലിപ്പിക്കുക എന്നതാണ്. എന്തൊക്കെ ചെയ്യാം? റൂബിക്സ് ക്യൂബ്, പസിലുകൾ, ചെസ്, സുഡോക്കു അല്ലെങ്കിൽ വേർഡ്സ് ഗെയിം എന്നിവ കുട്ടികളെ കൊണ്ട് കളിപ്പിക്കാം. ഗുണമാണ്, മൊബൈലിൽ ഗെയിം കളിക്കുന്നത് പോലെയല്ല ഇത്. ഇത്തരം കളികൾ കളിപ്പിക്കുമ്പോൾ തലച്ചോറിലെ കോശങ്ങൾ കൂടുതൽ ഉത്തേജിക്കപ്പെടുകയും ചിന്തിക്കാനുള്ള ശേഷിയും പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും വർദ്ധിക്കുകയും ചെയ്യും. കൃത്യമായ ഉറക്കമാണ് അടുത്തത്. പല മാതാപിതാക്കളും വിട്ടുപോകുന്ന ഒന്നാണ് കുട്ടികളുടെ ഉറക്കം. നമ്മൾ പകൽ മുഴുവൻ പഠിക്കുന്ന കാര്യങ്ങൾ തലച്ചോർ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. കുട്ടികൾക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടിയില്ലെങ്കിൽ അവർ പഠിച്ചതെല്ലാം പെട്ടെന്ന് മറന്നുപോകും. സമയമാണ്. 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ദിവസവും കുറഞ്ഞത് 9 മുതൽ 11 മണിക്കൂർ വരെ രാത്രി ഉറങ്ങിയിരിക്കണം. രാത്രി വൈകി ഉറങ്ങുന്ന ശീലം നല്ലതല്ല. ശാരീരിക അധ്വാനം. അതായത് കുട്ടികൾ വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങി കളിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ശാസ്ത്രീയമായ വശം പറഞ്ഞു തരാം. കുട്ടികൾ ഓടിക്കളിക്കുമ്പോൾ ശരീരത്തിലും തലച്ചോറിലുമുള്ള രക്തയോട്ടം വർദ്ധിക്കുന്നു. ഇത് തലച്ചോറിലെ പുതിയ കോശങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന BDNF എന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നു. ദിവസവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും കുട്ടികൾ കളിച്ചിരിക്കണം. അടുത്തതായി പറയുന്നത് സ്നേഹവും സമാധാനമുള്ള അന്തരീക്ഷവുമാണ്. എപ്പോഴും വഴക്കും ബഹളവുമുള്ള വീട്ടിലെ കുട്ടികൾ സ്ട്രെസ് ഹോർമോൺ ആയ കോർട്ടിസോൾ കൂടുതലായിരിക്കും. ഇത് കുട്ടികളുടെ ഓർമ്മശക്തിയെയും പഠനത്തെയും വളരെ മോശമായി ബാധിക്കും. കുട്ടികളെ എപ്പോഴും വഴക്ക് പറയാതെ അവരോട് സമാധാനത്തോടെ സ്നേഹത്തോടെ സംസാരിക്കുക. അവർക്ക് മാനസികമായ പിന്തുണ നൽകുക.
ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങൾ, അതായത് നല്ല ഭക്ഷണം, കൃത്യമായ ഉറക്കം, മൊബൈൽ നിയന്ത്രണം, കളികൾ, ഇവയെല്ലാം നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കാൻ ശ്രദ്ധിക്കുക. ഒറ്റ ദിവസം കൊണ്ട് മാറ്റം ഉണ്ടാകില്ല. കൃത്യമായി കുറച്ചു ദിവസങ്ങൾ തുടരുമ്പോൾ തന്നെ കുട്ടികളിൽ വലിയ മാറ്റം കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന അമ്മമാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.